ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2008 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഏഡൻ ലേക്ക് എന്ന സിനിമയാണ്. തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള കണ്ടന്റ് സിനിമയിലുണ്ട്. അതുകൊണ്ട് അധികം പറഞ്ഞ് ചളകുളവാക്കാതെ നേരെ നമുക്ക് ഫുൾ മൂവി എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഒരു നഴ്സറി സ്കൂൾ ടീച്ചറിനെ കാണിക്കുന്നു. ഇവളാണ് ഈ സിനിമയുടെ നായിക. പേര് ജെന്നി. ജെന്നിക്ക് പൊതുവെ കുട്ടികൾ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ തിരഞ്ഞെടുത്ത ജോലിയാണിത്. ഇന്ന് വീക്കെൻഡിന്റെ അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ടാറ്റ പറഞ്ഞ് ജെന്നി സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നു. ഒരു കാറിൽ നമ്മുടെ നായകൻ സ്റ്റീവ് ജെന്നിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ജെന്നിയും സ്റ്റീവും ഒരു ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സ്റ്റീവ് ഒരു സർപ്രൈസ് മാരേജ് പ്രപ്പോസൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീക്കെൻഡ് അല്ലേ, അപ്പൊ പിന്നെ ജെന്നിയെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി കറങ്ങിയിട്ട് അവിടെ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യണം എന്നതാണ് പ്ലാൻ. പ്രപ്പോസ് ചെയ്യാനുള്ള റിങ് വരെ പുള്ളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ജെന്നി വന്ന് കാറിൽ കയറിയതും ജെന്നി, ഈ വീക്കെൻഡ് അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എന്റെ അറിവിൽ ഒരു ക്വാറി ഉണ്ട്. ഇപ്പോൾ അവിടെ വെള്ളമൊക്കെ നിറഞ്ഞ് കാണാൻ അടിപൊളിയാണ്. ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ ആ ക്വാറിയെ റിസോർട്ടാക്കി മാറ്റാനുള്ള പണി തുടങ്ങും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ ബ്യൂട്ടി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്റ്റീവ് ജെന്നിയെ അങ്ങോട്ടേക്ക് വരാൻ സമ്മതിപ്പിക്കുന്നു. അവസാനം ജെന്നിയും വരാം എന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ അവർ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ സ്പോട്ടിലേക്കാണ്. കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒക്കെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഇത് അല്പം നീണ്ട ഒരു യാത്രയാണ്. പോകുന്ന വഴിക്ക് സ്റ്റീവ് റേഡിയോ ഓണാക്കുമ്പോൾ റേഡിയോയിൽ കുട്ടികളൊക്കെ ഇപ്പൊ മുമ്പത്തെ പോലെയല്ല. അവരെല്ലാവരും റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അവരുടെ മാതാപിതാക്കൾ അവരെ പറഞ്ഞു വളർത്തണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇരുട്ടി. അതുകൊണ്ട് ഇന്ന് രാത്രി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് സ്റ്റീവ് ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ അവർ അവസാനം ആ ക്വാരിയുടെ ബോർഡൊക്കെ കണ്ടു. അങ്ങനെ അവർ മെയിൻ റോഡിൽ നിന്നും വണ്ടി തിരിച്ച് ആ ക്വാരിയിലേക്ക് പോവുകയാണ്. ഒരു കാട്ടുപാതയിലൂടെ വേണം പോകാൻ. അതും അധിക ദൂരം ഇവർക്ക് കാറിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇവർ കാട്ടിലൂടെ ആ ക്വാരിയിലേക്ക് നടന്നു പോകുന്നു. അങ്ങനെ ഇവർ നടന്നു പോകുന്ന വഴിക്ക് കാടിനുള്ളിൽ ഒരു ചെക്കൻ ഇരുന്ന് പടം വരയ്ക്കുന്നുണ്ട്. ഇവന്റെ പേര് ആഡം. ഇവനൊരു മാനസിക വൈകല്യമുള്ള കുട്ടിയാണ്. ജെന്നിക്ക് പൊതുവെ കുട്ടികൾ എന്ന് വെച്ച ഇഷ്ടമാണല്ലോ. അവൾ നേരെ ചെന്ന്, ഹായ് കുട്ട, നീ ഇവിടേക്ക് ഒറ്റയ്ക്കാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അപരിചിതരോടൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് ആഡം അവരോട് പറയുന്നു. നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്, എന്തായാലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ക്വാരിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ആ ക്വാരി വെള്ളം കയറി ഒരു തടാകം പോലെ കിടപ്പുണ്ട്. സ്റ്റീവ് പറഞ്ഞതുപോലെ ആ കാഴ്ച കാണാൻ മനോഹരമാണ്. രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്വാരിയിലേക്ക് വേറെ രണ്ട് പിള്ളേർ വരുന്നു. ആ രണ്ട് പിള്ളേരും കൂടെ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന പാവത്താനായ ആഡമിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് അവരോട് ചെന്ന് എന്താന്ന് ചോദിക്കുക എന്ന് ജെന്നി പറയുമ്പോൾ, ഹേ, അവരൊക്കെ കുട്ടികളല്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സ്റ്റീവ് അവളെ സമാധാനപ്പെടുത്തുന്നു. ആ പിള്ളേരൊക്കെ പോയതിനു ശേഷം രണ്ടുപേരും അവിടെ കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് ഒരു പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടതും ജെന്നി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇപ്പോ ആ ക്വാരിയിലേക്ക് 4-5 പിള്ളേർ വന്നിട്ടുണ്ട്. അവരുടെ പട്ടിയാണിത്. പിള്ളേരെല്ലാവരും പട്ടിയെ തിരിച്ചു വിളിച്ചതും ആ പട്ടി അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്നു. ആ പിള്ളേരാണെങ്കിൽ അവിടെ ഇരുന്ന് ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. ജെന്നിക്കും സ്റ്റീവനും അത് ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും അവരൊന്നും പറയുന്നില്ല. ജെന്നി, ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാ, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, നീ പൊക്കോ, ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കാന്ന് ജെന്നി മറുപടി പറയുന്നു. അങ്ങനെ സ്റ്റീവ് മാത്രം ചെന്ന് വെള്ളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ പട്ടി ജെന്നിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇപ്രാവശ്യം സ്റ്റീവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ നേരെ ആ പിള്ളേരുടെ അടുത്തേക്ക് ചെന്ന്, നിങ്ങൾ ഇത്രയും ശബ്ദത്തിൽ പാട്ട് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ദയവായി സൗണ്ട് കുറയ്ക്കണമെന്ന് പറയുന്നു. ആ പിള്ളേർ ഗ്യാങ്ങിന് ഒരു ലീഡർ ഉണ്ട്. അവന്റെ പേര് ബ്രാഡ് സ്റ്റീവനോട് എന്താ പറഞ്ഞേ, ഞാനൊന്നും കേട്ടില്ല എന്ന് പറയുന്നു. സ്റ്റീവ് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബ്രാഡ് സ്റ്റീവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്റ്റീവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ തന്നെ ആ മ്യൂസിക് പ്ലെയറിന്റെ സൗണ്ട് കുറച്ചിട്ട്, നിങ്ങളുടെ പട്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതിനൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു നടക്കാൻ തുടങ്ങുന്നു. ആ ഗ്യാങ്ങിൽ ഒരു പെണ്ണുണ്ട്. അവളും ബ്രാറ്റും കൂടെ ചേർന്ന് സ്റ്റീവിനെയും ജെന്നിയെയും ചീത്ത പറയുകയാണ്. പക്ഷേ സ്റ്റീവ് പിള്ളേരല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു പോകുന്നു. ഒരു ഘട്ടത്തിൽ അവന്മാരെ അടിച്ചാലോ എന്ന് വരെ സ്റ്റീവ് തീരുമാനിച്ചു. പക്ഷെ അവന്മാരൊന്നും സ്റ്റീവിന്റെ ഒരു അടി പോലും താങ്ങില്ല എന്ന് തോന്നിയത് കൊണ്ട് എല്ലാം സഹിച്ച് അവൻ ജെന്നിയുടെ അടുത്തേക്ക് വരുന്നു. ആ ഗ്യാങ്ങിന്റെ ലീഡർ ബ്രാറ്റ് ഉണ്ടല്ലോ, അവനൊരു ബൈനോക്കുലർ ഉപയോഗിച്ച് ജെന്നിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജെന്നിക്കും കാര്യം മനസ്സിലായി. ഇക്കാര്യത്തെ കുറിച്ച് സ്റ്റീഫനോട് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ച് ജെന്നി അവളുടെ ദേഹത്തൊരു തുണിയെടുത്ത് കെട്ടുന്നു. അങ്ങനെ അല്പനേരത്തിന് ശേഷം ആ പിള്ളേരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. സമയം ഇരുട്ടാറായി. ശരി, ഇപ്പോഴെങ്കിലും ഒരു വീട്ടിലേക്ക് പോകുന്നു വിചാരിച്ച അതില്ല, ഇവിടെ തന്നെ ടെന്റ് കിട്ടി താമസിക്കാൻ പോവുകയാണ്. ജെന്നി തീ കൂട്ടാനുള്ള വിറകെടുക്കാനായിട്ട് പോകുമ്പോൾ കാടിനകത്തിരുന്ന് ആരോ അവളെ വാച്ച് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ വിറക് കൊണ്ടുവന്ന് അന്നേ ദിവസം അവിടെ തീ കൂട്ടി രണ്ടുപേരും ആ ടെന്റിൽ കഴിയുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ച് ബാഗ് തുറന്ന് നോക്കുമ്പോൾ ഇവർ കൊണ്ടുവന്ന എല്ലാ ഫുഡും ഇപ്പോൾ കേടായിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ സിറ്റിക്കകത്ത് തന്നെ പോകണം. രണ്ടുപേരും
രണ്ടുപേരും സിറ്റിയിലേക്ക് പോകാൻ കാറിലേക്ക് കയറുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റീവ് ബാക്ക് എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന്റെ ടയർ പഞ്ചർ ആവുകയാണ്. ഇതെങ്ങനെ പഞ്ചറായി എന്ന് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ പഞ്ചറാകുന്ന രീതിയിൽ ആരോ ഒരു ബോട്ടിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ഗ്യാങ്ങിന്റെ പരിപാടിയായിരിക്കുമെന്ന് സ്റ്റീവിന് മനസ്സിലായി. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം സഹിച്ച് ടയറൊക്കെ മാറ്റി ഇവർ സിറ്റിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആ ഗ്യാങ്ങിലെ എല്ലാവരും സൈക്കിളും ചവിട്ടി ഇവരുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്. ഹേ, നിന്റെ ടയർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെല്ലാവരും പോകുന്നത്. അത് കേട്ടതും സ്റ്റീവിന് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. അവൻ അവരുടെ പിന്നാലെ തന്നെ കാർ സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ജെന്നി അത് തടഞ്ഞ് സ്റ്റീവ് പ്ലീസ് നമുക്ക് വഴക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചോണ്ട് പോകുന്നു. സ്റ്റീവ് റെസ്റ്റോറന്റിൽ കഴിക്കുമ്പോൾ അവിടെയുള്ള വെയിറ്ററിനോട് ആ പിള്ളേരെ കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷെ ആ റെസ്റ്റോറന്റിലുള്ളവർ അല്പം വിചിത്രമായി പെരുമാറിയത് കൊണ്ട് രണ്ടുപേരും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നു. അവിടെ നിന്ന് സ്റ്റീവ് കാറും എടുത്തോണ്ട് പോകുമ്പോൾ ഒരു വീടിന്റെ മുമ്പിൽ ആ ഗ്യാങ്ങിലെ എല്ലാവരുടെയും സൈക്കിൾ കിടപ്പുണ്ട്. ചിലപ്പോൾ ഇത് ആ പിള്ളേരുടെ വീടായിരിക്കും. അകത്ത് ചെന്ന് പിള്ളേരുടെ പാരന്റ്സിനോട് പിള്ളേരെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് സ്റ്റീവ് പെതുക്കെ വീടിനകത്തേക്ക് കയറുന്നു. വീടിനകത്ത് ആരുമില്ല. സ്റ്റീവ് ആ പിള്ളേരുടെ പാരന്റ്സിനെയും തപ്പി നടക്കുകയാണ്. ഇപ്പൊ പ്രശ്നം എന്തെന്ന് വെച്ചാൽ സ്റ്റീവ് ആ വീടിനകത്തേക്ക് കയറിയതിനു ശേഷമാണ് ആ ഗ്യാങ്ങിനുള്ള ഏതോ ഒരുത്തന്റെ അച്ഛൻ ആ വീട്ടിലേക്ക് വരുന്നത്. ഇപ്പൊ സ്റ്റീവ് അകത്തിരിക്കുന്നത് കണ്ട പൊതുവെ ഒരു വീട്ടുടമസ്ഥ എന്ത് വിചാരിക്കും? അവൻ കള്ളനെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റീവ് അദ്ദേഹത്തിന്റെ കണ്ണിപ്പെടാതെ മുകളിലത്തെ റൂമിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെടുന്നു. ഇനിയെങ്കിലും ഇവർക്ക് വീട്ടിൽ പൊക്കൂടെ? ചെയ്യില്ല. ഇവർ വീണ്ടും നേരെ ചെല്ലുന്നത് ആ ക്വാരിയിലേക്കാണ്. അവിടെ പോയി രണ്ടുപേരും കുളിച്ച് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവരുടെ ഒരു ബാഗ് കാണുന്നില്ല. ആ ബാഗിലാണ് മൊബൈൽ, പേഴ്സ്, കാറിന്റെ കീ എല്ലാം ഉണ്ടായിരുന്നത്. ആ ബാഗ് അവിടെ എങ്ങും കാണുന്നില്ല. ബാഗ് ആ ഗ്യാങ്ങിലെ പിള്ളേരൊന്നും എടുത്തിട്ടുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റീവ് കാറിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ കാറിനെ കാണുന്നില്ല. ഇതും കൂടെ ആയപ്പോ സ്റ്റീവിന്റെ ക്ഷമ നശിച്ചു. രണ്ടുപേരും കൂടെ ചേർന്ന് കാടിനുള്ളിൽ തന്റെ കാർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നടക്കുകയാണ്. ഇവർ കാടിനുള്ളിൽ ഒരു സ്ഥലത്ത് എത്തിയതും സ്റ്റീവിന്റെ കാർ പാഞ്ഞ് ഇവരെ ഇടിക്കാനായിട്ട് വരുന്നു. ഇവർ രണ്ടുപേരും ചാടിയൊക്കെയാണ് രക്ഷപ്പെടുന്നത്. കാർ ഓടിച്ചത് വേറെ ആരുമല്ല, ആ ഗ്യാങ് ലീഡറായ ബ്രാറ്റ് ആണ്. ബ്രാറ്റ് അവിടെ നിന്ന് വേറെ എവിടേക്കോ പോകുന്നു. ഇപ്പോൾ ഇവർക്ക് ഈ കാട്ടിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ കാർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയാകുന്നത് വരെ ഇവർ കാർ അന്വേഷിച്ചുള്ള നടപ്പിലാണ്. അങ്ങനെ ഇവർ നടന്ന് ഒരു സ്ഥലത്ത് വെച്ച് ആ ഗ്യാങ്ങിലുള്ള പിള്ളേരെ കണ്ടുമുട്ടുന്നു. അവർ കാടിന്റെ നടുക്ക് ഒരു ക്യാമ്പ് ഫയർ കൂട്ടി ഏതൊരു മൃഗത്തെ കൂട്ടിലടച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവിന് ആ പിള്ളേരോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും ജെന്നി സ്റ്റീവിനെ സമാധാനപ്പെടുത്തിയിട്ട് ചെന്ന് അവരുടെ ബാഗ് മാത്രം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നു. സ്റ്റീവ് ചെന്ന് അവരോട് മര്യാദയ്ക്ക് എന്റെ പേഴ്സ്, മൊബൈൽ, കാർ കീ ഇത് മൂന്നും തന്നേക്ക് എന്ന് പറയുമ്പോ ഗ്യാങ് ലീഡറായ ബ്രാറ്റ് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. നീ കളിക്കരുത്, നീ ഇട്ടിരിക്കുന്ന കണ്ണാടി എന്റെയാണ് എന്ന് പറയുമ്പോൾ കണ്ണാടി എടുത്തു മാറ്റിയിട്ട് ഹേ അത് എന്റെ കണ്ണാടിയാണ് എന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റീവിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. അപ്പോൾ ബ്രാറ്റിന്റെ പോക്കറ്റിൽ നിന്നും സ്റ്റീവിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. അത് കണ്ടതും നിന്റെ പോക്കറ്റിൽ കിടക്കുന്നത് എന്റെ ഫോണാ, മര്യാദയ്ക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് സ്റ്റീവ് ഫോൺ എടുക്കാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ കത്തി എടുത്ത് സ്റ്റീവിനെ കുത്താൻ വരികയാണ്. പക്ഷെ സ്റ്റീവ് ആ കത്തി അവന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ജെന്നിക്ക് പേടിയായി തുടങ്ങി. സ്റ്റീവ് വാ നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്റ്റീവിനെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ബ്രാറ്റിന്റെ പട്ടി സ്റ്റീവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ആക്സിഡന്റലി സ്റ്റീവ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ പട്ടിയെ കുത്തുന്നു. ഇപ്പോൾ ആ പട്ടി മരിക്കാൻ കിടക്കുകയാണ്. സ്റ്റീവ് ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്. അവൻ എല്ലാവരോടും സോറി ചോദിച്ചിട്ട് നിങ്ങൾ എന്റെ കാർ കീ തന്നാൽ നമുക്ക് ഈ പട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്താം എന്ന് പറയുമ്പോൾ ബ്രാറ്റ് ദേഷ്യത്തിൽ അവന്റെ കാർ കീ എടുത്ത് വലിച്ചെറിയുന്നു. അപ്പോഴേക്കും ആ പട്ടി മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീവും ജെന്നിയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് നേരെ കാറിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. സ്റ്റീവും ജെന്നിയും കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഗ്യാങ്ങിലെ പിള്ളേരെല്ലാവരും അവരെ പിടികൂടാനായിട്ട് ഓടി വരികയാണ്. കാരണം സ്റ്റീവ് ബ്രാറ്റിന്റെ പട്ടിയെ കൊന്നതുകൊണ്ട് എല്ലാവർക്കും സ്റ്റീവിന്റെ മേലിൽ ദേഷ്യമുണ്ട്. സ്റ്റീവ് സ്പീഡിൽ അവിടുന്ന് കാർ ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു ചെളിയിൽ കുടുങ്ങുന്നു. ആ ഗ്യാങ് ആണെങ്കിൽ ഓടി വന്ന് കല്ലെടുത്ത് ഇവരുടെ കാറിലേക്ക് എറിയുകയാണ്. അവിടെ ചെളിയിൽ നിന്നും വീണ്ടും എങ്ങനെയൊക്കെയോ കാർ പുറത്തെടുത്ത് സ്പീഡിൽ ഓടിക്കുമ്പോൾ അറിയാണ്ട് താഴെ വീണിരുന്ന ഒരു മരത്തിലിടിച്ച് ആക്സിഡന്റ് ഉണ്ടാകുന്നു. ആ അപകടത്തിൽ ആർക്കും വലുതായി ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും സ്റ്റീവ് മാത്രം കാറിൽ പെട്ടുപോവുകയാണ്. അവൻ ജെന്നിയോട് ജെന്നി നീ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്, പോയി ആരെയെങ്കിലും ഹെൽപ്പിന് വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞതും ജെന്നി ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സത്യത്തിൽ ജെന്നിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ വേരിനിടയിൽ അന്നത്തെ രാത്രി അവൾ ചെലവഴിക്കുന്നു. ആ ഗ്യാങ്ങിലുള്ളവരെല്ലാവരും കാറിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ സ്റ്റീവ് മാത്രം അവിടെ പെട്ടുകിടപ്പുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ജെന്നിയെ കാണിക്കുന്നു. ഇപ്പോൾ നേരം വെളുത്തു. ജെന്നി പുറത്തേക്ക് ഇറങ്ങി കാറി വന്ന് നോക്കുമ്പോൾ സ്റ്റീവിനെ കാണുന്നില്ല. പകരം താഴെ മുഴുവനും ചോര വീണ് കിടപ്പുണ്ട്. അവൾ ആ ചോരയെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ആ പിള്ളേർ ഗ്യാങ് എല്ലാവരും കൂടെ ചേർന്ന് സ്റ്റീവിനെ മുള്ളുവേലി ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടിവെച്ചിരിക്കുകയാണ്. സ്റ്റീവ് ബ്രാറ്റിന്റെ പട്ടിയെ കൊന്നതുകൊണ്ട് ബ്രാറ്റ് ഇപ്പോൾ ആ പട്ടിയുടെ ചങ്ങല സ്റ്റീവന്റെ കഴുത്തിലിട്ട് അവനെ ടോർച്ചർ ചെയ്യുന്നു. ഈ ഗ്യാങ്ങിൽ തന്നെ സഹതാവും
മനസാക്ഷിയും ഒക്കെ കുറച്ചെങ്കിലും ഉള്ള രണ്ടുപേരുണ്ട്. അവന്മാരാണെങ്കിൽ ബ്രാറ്റിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ബ്രാറ്റിനോട് പറയുന്നു. ബ്രാറ്റിന് ഇത് കേട്ടിട്ട് ദേഷ്യമാണ് വരുന്നത്. അവൻ ആ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ട് സ്റ്റീവിനെ കുത്താൻ പറയുകയാണ്. അവർക്കും വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെ സ്റ്റീവിന്റെ ശരീരത്തിലേക്ക് കത്തി കുത്തിയിറക്കുന്നു. ഇത് ഇവർ രണ്ടുപേർ മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും കത്തിയെടുത്ത് സ്റ്റീവനെ കുത്തുകയാണ്. അതൊരു ചെറിയ കത്തിയായതുകൊണ്ട് സ്റ്റീവ് മരിക്കത്തൊന്നുമില്ല. എല്ലാവരും സ്റ്റീവിനെ കുത്തുന്ന കാര്യമൊക്കെ ആ ഗ്യാങ്ങിലുള്ള ഒരു പെണ്ണുണ്ടല്ലോ, അവൾ വീഡിയോ എടുത്തു വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജെന്നി ദൂരെ നിന്ന് കാണുന്നുണ്ട്. അവൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ജെന്നയുടെ മൊബൈലിലാണെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല. സ്റ്റീവിന്റെ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട്, പക്ഷെ ആ മൊബൈൽ ഇപ്പോൾ ബ്രാറ്റിന്റെ കയ്യിലാണ്. അവൾ എന്ത് ചെയ്യുന്നു വിചാരിക്കുമ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് മൊബൈലിൽ ഒരു ഫീച്ചർ ഉണ്ട്. ജെന്നയ്ക്ക് അവളുടെ മൊബൈൽ സ്റ്റീവന്റെ മൊബൈലുമായി ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാൻ പറ്റിയാൽ അവളുടെ മൊബൈൽ ഉപയോഗിച്ച് സ്റ്റീവന്റെ മൊബൈലിലൂടെ കോൾ ചെയ്യാൻ പറ്റും. ഇതൊരു പരീക്ഷണം മാത്രമാണ്. കാരണം അങ്ങനെ കോൾ ചെയ്യുമ്പോൾ സ്റ്റീവിന്റെ മൊബൈലും റിംഗ് ആകും. എങ്കിലും ഇപ്പോൾ വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ജെന്നി സ്റ്റീവിന്റെ മൊബൈലിനെ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്ത് ഹെൽപ്പ് ലൈനിലേക്ക് കോൾ ചെയ്യുന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ ബ്രാറ്റിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. അവനെടുത്ത് ആ ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. മാത്രമല്ല ജെന്ന ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടാണ് കോൾ ചെയ്തതെന്നും അവൾ ഈ അടുത്ത ഭാഗത്ത് എവിടെയോ ഉണ്ടെന്നും മനസ്സിലാക്കി എല്ലാവരും ജെന്നിയെ പിന്തുടരാൻ ശ്രമിക്കുകയാണ്. ജെന്നിയും അവിടെ നിന്ന് ഓടുന്നു. ആ ഗ്യാങ് ആണെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് ജെന്നിയുടെ പിന്നാലെ വരികയാണ്. ജെന്നി ഒരു സ്ഥലത്ത് വെച്ച് എല്ലാവരെയും തള്ളിയിട്ടിട്ട് ആ ഗ്യാപ്പിൽ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവൾ ഓടി കുറെ ദൂരം ചെല്ലുമ്പോൾ കാട്ടിന്റെ നടുക്കായിട്ട് ഒരു കണ്ടെയ്നർ പോലെ എന്തോ ഒന്നുണ്ട്. അവൾ ആ കണ്ടെയ്നറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ കണ്ടെയ്നർ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറുടേതാണ്. പക്ഷേ ഫോറസ്റ്റ് ഓഫീസർ ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ കണ്ടെയ്നറിനകത്ത് ഒരു വോക്കി ടോക്കി കിടപ്പുണ്ട്. ആ വോക്കി ടോക്കി അവൾക്ക് കിട്ടിയാൽ ആരെയെങ്കിലും ഹെൽപ്പിന് വിളിക്കാൻ പറ്റും. ജെന്നി ആ ഡോറിന്റെ ഗ്യാപ്പിലൂടെ വോക്കി ടോക്കി എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് താഴെ വീണ് പൊട്ടിപ്പോവുകയാണ്. അപ്പോഴേക്കും ആ ഗ്യാങ്ങും അവിടെ എത്തി. അവൾ ആ കണ്ടെയ്നറിന്റെ ഒരു സൈഡിൽ ഒളിക്കുന്നു. പെട്ടെന്ന് ഒരു ഗ്യാങ്ങുള്ള ഒരുത്തൻ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അവൾ അവിടെ ഇല്ല. അവൾ ആ കണ്ടെയ്നറിന്റെ മുകളിൽ കയറി ഒളിച്ചു കിടക്കുകയാണ്. ഇതേ സമയം സ്റ്റീവ് ജെന്നിയെ രക്ഷപ്പെടുത്താനായിട്ട് അവനെ കെട്ടിയിരുന്ന മുൾവേലിയിൽ നിന്നും എങ്ങനെയൊക്കെയോ തടിയൂരി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇക്കാര്യം ഗ്യാങ്ങിലുള്ള ഒരുത്തൻ ബ്രാറ്റിനെ വിളിച്ചറിയിക്കുകയാണ്. സ്റ്റീവ് എവിടെ പോയി കാണുമെന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റീവിന്റെ കാറിന്റെ അലാറം അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്റ്റീവ് ആണത്. അവന്റെ കാർ ഓപ്പൺ ചെയ്ത് അകത്തുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റും പിന്നെ ഒരു ബാഗും എടുത്തിട്ട് അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പേ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നു. അവരെല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇപ്പൊ സ്റ്റീവിനെ അവിടെ കാണുന്നില്ല. സ്റ്റീവ് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആരോ അങ്ങോട്ടേക്ക് ഓടി വരുന്ന സൗണ്ട് കേട്ടതും സ്റ്റീവ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് ആഞ്ഞു വെട്ടുന്നു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അത് വേറെ ആരുമില്ല, ജെന്നിയാണ്. ഒരു സെക്കൻഡിൽ സ്റ്റീവ് തന്നെ ജെന്നിയെ തീർത്തേനെ. ഇപ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടി. സ്റ്റീവിന്റെ ശരീരം നന്നായി മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ജെന്നി സ്റ്റീവിനെ അവിടെ നിന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവർ പോകുന്ന വഴിക്ക് തടാകം പോലെ ഒന്നുണ്ട്. അതിന്റെ അടുത്ത് ഒരു വീടും ഉണ്ട്. ജെന്നി സ്റ്റീവിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന് ഫസ്റ്റ് എയ്ഡ് ചെയ്യുകയാണ്. ജെന്നി സ്റ്റീവിന്റെ ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും കറുത്ത രക്തം ഒഴുകി വരുന്നുണ്ട്. ഇതിനർത്ഥം ആ ഗ്യാങ്ങിലെ പിള്ളേർ കുത്തിയ ഒരു കുത്ത് സ്റ്റീവിന്റെ കുടലിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റീവ് അവളോട് സോറി ചോദിക്കുന്നു. കാരണം സ്റ്റീവ് ആണല്ലോ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോഴേക്കും ആ ഗ്യാങ് അവിടെ എത്തി. ആ ഗ്യാങ് ലേക്കിന്റെ അടുത്തുള്ള വീട്ടിലേക്ക് കയറി നോക്കുന്നു. അകത്ത് സ്റ്റീവിന്റെ ചോരയും പിന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന്റെ ലക്ഷണവും ഉണ്ട്. പക്ഷേ സ്റ്റീവിനെയും ജെന്നിയെയും കാണുന്നില്ല. അവരെവിടെയാണെന്ന് നോക്കിയാൽ അവർ രണ്ടുപേരും ആ ഹൗസിന്റെ താഴെ ഒളിച്ചിരിക്കുകയാണ്. ആ ഗ്യാങ് പോയതിനു ശേഷം ജെന്ന സ്റ്റീവിനെ അവിടെയുള്ള ചെടികൾക്കിടയിൽ കിടത്തിയിട്ട് സ്റ്റീവ് നീ പേടിക്കണ്ട, ഞാൻ ഉറപ്പായും നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നു. പക്ഷേ സ്റ്റീവിന് കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടായതുകൊണ്ട് അവനിപ്പോൾ അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മാരേജ് പ്രപ്പോസൽ റിംഗ് അവൾ കാണുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് സ്റ്റീവ് തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആ റിംഗ് എടുത്ത് കയ്യിലിട്ടിട്ട് കണ്ടോ, ഞാൻ നിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു, നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞ് ജെന്നി ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാനായിട്ട് ഓടുന്നു. അങ്ങനെ ഇവൾ ഓടിപ്പോകുന്ന വഴിക്ക് താഴെ ഷാർപ്പായിട്ടുള്ള ഒരു മെറ്റൽ പീസ് ഉണ്ടായിരുന്നു. അവൾ അതിലറിയാതെ ചവിട്ടി ആ മെറ്റൽ പീസ് അവളുടെ കാലിലൂടെ തുളച്ചു കയറുകയാണ്. അവൾ വേദന കൊണ്ട് നിലവിളിക്കുന്ന ശബ്ദം ആ ഗ്യാങ്ങിലുള്ളവർക്കും കേൾക്കുന്നു. ജെന്ന അവളുടെ കാലിൽ നിന്നും ആ മെറ്റൽ പീസ് എടുക്കാൻ ശ്രമിക്കുന്ന രംഗമൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ ഭീകരമാണ്. ആ മെറ്റൽ പീസൊക്കെ വലിച്ചൂരി എടുത്തിട്ട് അവൾ ആശ്വാസത്തിൽ കിടക്കുമ്പോൾ തൊട്ടടുത്ത് ആരോ നിപ്പുണ്ട്. അവൾ പേടിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആദ്യം ഇവർ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ആ മാനസിക വൈകല്യമുള്ള പാവം ചെക്കൻ ആഡമാണ്. ജെന്ന അവനോട് ആഡം നീയായിരുന്നോ, നിന്റെ അമ്മ എവിടെ, എനിക്ക് നിന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം, എന്നെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് ചോദിച്ചതും എന്റെ അമ്മ ജോലിക്ക് പോയിരിക്കുവാണെന്ന് ആഡം പറയുന്നു. ശരി ആഡം, എനിക്ക് ഈ കാട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള വഴി ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആഡം ശരിയെന്ന് പറഞ്ഞ് ജെന്നയെ വിളിച്ചോണ്ട് പോകുന്നു. ആഡം ജെന്നയെ കുറച്ചു ദൂരം കൂട്ടിക്കൊണ്ടു പോയതും അവനവിടെ സൈക്കിൾ നിർത്തിയിട്ട് മൊബൈലിൽ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്. ആഡം നീ എന്താ ഇവിടെ നിൽക്കുന്നത്, കാട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി കാണിച്ചതാ എന്ന് പറയുമ്പോൾ ഇല്ല, എന്റെ അമ്മ എന്നെ വിളിക്കാൻ വരും, അവർ ഇവിടേക്കാണ് വരാറ് എന്ന് ആഡം പറയുന്നു. ശരി ആഡം, നിന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ആഡം പറയുന്നു. പക്ഷെ അവന്റെ ഫോണിൽ മെസ്സേജ് വരുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആഡം നീ എന്തിനാ കള്ളം പറയുന്നത്, ആ
ഫോൺ ഇങ്ങ് താ എന്ന് പറഞ്ഞ് അവൾ ആ ഫോൺ പിടിച്ചു വാങ്ങിയതും അവിടേക്ക് ആ ഗ്യാങ്ങിലുള്ള എല്ലാവരും എത്തുന്നു. സത്യത്തിൽ ആ ഗ്യാങ് ലീഡറായ ബ്രാറ്റ് ഉണ്ടല്ലോ, അവനാണ് ആഡമിനെ ഭീഷണിപ്പെടുത്തി ജെന്നിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. അവരെല്ലാവരും വന്ന് ജെന്നിയെ അടിച്ച് ബോധം കെടുത്തുന്നു. ജെന്നി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളെയും സ്റ്റീവിനെയും കെട്ടിയിട്ടിരിക്കുകയാണ്. സ്റ്റീവ് അമിതമായ ബ്ലഡ് ലോസ് ഉണ്ടായതുകൊണ്ട് നേരത്തെ തന്നെ മരിച്ചു. ഇപ്പോൾ ഇവർ രണ്ടുപേരെയും കെട്ടിയിട്ട് കത്തിക്കാനാണ് ഈ ഗ്യാങ്ങിന്റെ പ്ലാൻ. രണ്ടുപേരുടെയും പുറത്ത് പെട്രോൾ ഒഴിച്ചിട്ട് ആഡമിനെ കൊണ്ട് തന്നെ ഇവരെ കത്തിക്കാൻ പറയുന്നു. ആഡം മാനസിക വൈകല്യമുള്ള കുട്ടിയാണല്ലോ. അവൻ ഇവർ പറയുന്നത് കേട്ട് ആദ്യം സ്റ്റീവിന്റെ ബോഡി കത്തിക്കുകയാണ്. സ്റ്റീവ് ഇപ്പോൾ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കൂടെ അവനെ കെട്ടിയിട്ടിരിക്കുന്ന കയർ കത്തിയെരിഞ്ഞത് കൊണ്ട് ജെന്നി ആ കെട്ടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ട് തറയിൽ പെട്രോൾ ഒഴിച്ചിട്ട് ആ ഗ്യാങ്ങിലുള്ള ആരും ഇങ്ങോട്ടേക്ക് വരാത്ത രീതിയിൽ കത്തിച്ചു വിടുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ആ ഗ്യാങ് ലീഡർ ബ്രാറ്റ് ആണെങ്കിൽ ഓടിപ്പോയ ജെന്നിയോട് മര്യാദയ്ക്ക് നീ ഇവിടേക്ക് വരുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഈ ആഡമിനെ കത്തിക്കുമെന്ന് പറഞ്ഞ് ജെന്നിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ആഡം അവന്റെ കൂടെ ഉള്ളവനല്ലേ, അപ്പൊ പിന്നെ കത്തിക്കില്ല എന്ന് വിചാരിച്ചാൽ ബ്രാറ്റ് ഒരു ഒന്നാം തരം സൈക്കോയാണെന്ന് തോന്നുന്നു. ആഡത്തിന്റെ പുറത്ത് ഒരു ടയർ വെച്ച് കെട്ടിയിട്ട് ആഡമിനെ ജീവനോട് കത്തിക്കുകയാണ്. ജെന്നി ഇതൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ട് അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. എങ്കിലും സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച് അവൾ അതുവഴി ഓടുകയാണ്. അങ്ങനെ ഇവൾ ഓടിച്ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ഈ കാടിന്റെ മാപ്പ് വെച്ചിട്ടുണ്ട്. ആ മാപ്പ് അവൾ കീറിയെടുക്കുന്നു. മാത്രമല്ല അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് സൈൻ ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിൽ ജെന്നിയുടെയും സ്റ്റീവിന്റെയും പേര് എഴുതിയിട്ട് ഞങ്ങളെ ഇതുപോലെ ഒരു പില്ലർ ഗ്യാങ് ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞ് ആ ഗ്യാങ്ങിലുള്ളവരുടെയും പേര് എഴുതി വെക്കുന്നു. അപ്പോഴേക്കും ആ ഗ്യാങ് ഇവിടേക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബിൻ തുറന്ന് അതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അകത്ത് മുഴുവനും എല്ലാ വേസ്റ്റും അഴുകിയ അവസ്ഥയിലാണ് കിടക്കുന്നത്. എങ്കിലും ജീവൻ രക്ഷിക്കണമല്ലോ എന്ന് ചിന്തിച്ച് ജെന്നി അതിനകത്തേക്ക് കയറി ഒളിക്കുന്നു. അപ്പോഴേക്കും ആ ഗ്യാങ്ങും അവിടെ എത്തി ജെന്ന അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇവരുടെ പേരൊക്കെ കണ്ട് ചിരിച്ചിട്ട് ആ പേജ് കീറി കളയുന്നു. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് മനസ്സിലാക്കി ആ വേസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഭയങ്കരമായ ദുർഗന്ധം വരുന്നുണ്ട്. അതുകൊണ്ട് അത് അവന്മാർ ഓപ്പൺ ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ്. അവന്മാർ പോയതിനു ശേഷം ജെന്നി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ഗ്യാങ്ങിൽ തന്നെ മനസാക്ഷിയുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, അവന്റെ പേര് കൂപ്പർ അവിടെ ജെന്നി നിൽക്കുന്നത് കണ്ടതും അവളെ സഹായിക്കാനായിട്ട് വരികയാണ്. പക്ഷേ അത് കൂപ്പർ ആണെന്നറിയാതെ ജെന്നി എന്തോ ഒരു ദേശത്തിൽ താഴെ ഉണ്ടായിരുന്ന ഗ്ലാസ് പീസ് ഉപയോഗിച്ച് അവനെ കുത്തിക്കൊന്നതിന് ശേഷമാണ് അത് കൂപ്പർ ആണെന്ന് മനസ്സിലാകുന്നത്. അവൾ ഒരുപാട് കരയുന്നു, എങ്കിലും യാതൊരു പ്രയോജനവും ഇല്ല. ജെന്നി അവിടെ നിന്ന് അവൾ ആ മാപ്പിൽ കണ്ട ഡയറക്ഷനിലേക്ക് ഓടുകയാണ്. ഇതേ സമയം ഗ്യാങ്ങിലുള്ള മറ്റുള്ളവർ കൂപ്പർ മരിച്ചു കിടക്കുന്ന സ്ഥലത്തെത്തി. അതിൽ മനസാക്ഷിയുള്ള രണ്ടാമത്തവനുണ്ടല്ലോ, അവൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യേണ്ടെന്ന്, ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂപ്പറും പോയി എന്ന് പറഞ്ഞ് പോലീസിന് കോൾ ചെയ്യാൻ ഒരുങ്ങുന്നു. ഇത് കണ്ടതും ബ്രാറ്റ് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ ചെയ്യുന്നത് നിർത്തുന്നില്ല. അതുകൊണ്ട് ബ്രാറ്റ് അവനെ താഴെ തള്ളിയിട്ടിട്ട് അവനെ അടിച്ചു തന്നെ കൊല്ലുകയാണ്. ഇതൊക്കെ കണ്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ പെണ്ണ് പേടിച്ചോടി പോകുന്നു. ജെന്നി ഓടിപ്പടച്ച് ഇപ്പോൾ റോഡിലെത്തി. അതുവഴി ഒരു വാൻ പോകുന്നുണ്ട്. ആ വാനിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ആ വാനിലുള്ള ഡ്രൈവർ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പിള്ളേർ ഗ്യാങ് എന്നെയും എന്റെ ഹസ്ബൻഡിനെയും കൊല്ലാൻ ശ്രമിച്ചു. എന്റെ ഹസ്ബൻഡിനെ അവർ കൊന്നു, പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് അവൾ ആ ഡ്രൈവറിനോട് പറയുന്നു. അതിന് ഡ്രൈവർ നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ അടുത്ത് എന്റെ ഒരു ബ്രദറിന്റെ ഫാക്ടറി ഉണ്ട്, അവിടേക്ക് പോയാൽ നിങ്ങൾ സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ജെന്നയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയതും ആ ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് പോയി സംസാരിക്കുന്നത് ആരോടാണെന്ന് അറിയാവോ? ആ സൈക്കോ ഗ്യാങ്ങിലുള്ള ഒരുത്തനോടാണ്. ഈ ഡ്രൈവറും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷെ അവന് ജെന്നിയുടെ കാര്യമോ സ്റ്റീവിന്റെ കാര്യമോ ഒന്നും അറിയില്ല. ജെന്നി അത് കണ്ടതും ആ വാനും എടുത്തോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൾ ആ വാനിൽ പാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ റോഡിലേക്ക് ഒരാൾ ചാടി വീഴുകയാണ്. അത് വേറെ ആരുമല്ല, ആ ഗ്യാങ്ങിനുണ്ടായിരുന്ന ആ പെണ്ണ്. ഇപ്രാവശ്യം ജെന്നി പാവല്ലേ എന്നൊന്നും നോക്കുന്നില്ല, അവൾ ആ പെണ്ണിനെ ഇടിച്ചു കൊല്ലുകയാണ്. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. ആ ആക്സിഡന്റിൽ അവൾക്ക് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല. അവൾ ആ വാനിൽ നിന്നും ഇറങ്ങി പെതുക്കെ നടക്കുന്നു. അവിടെ തൊട്ടടുത്തായിട്ട് ഒരു വീടുണ്ട്. അവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെന്നി ആ വീട്ടിലേക്ക് കയറി ചെന്ന് പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞതും ആ വീട്ടിലെ ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് ജെന്നിക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഹാവു ഇനി പേടിക്കാനല്ല, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു പട്ടി വന്ന് കുരയ്ക്കുകയാണ്. ഇതുപോലത്തെ ഒരു പട്ടിയാണ് ബ്രാറ്റിനുണ്ടായിരുന്നത്. പക്ഷെ ആ പട്ടി ചത്തു. ഇപ്പോൾ ആ പട്ടി കഴിക്കാനായിട്ട് ഒരു പാത്രത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആ പാത്രത്തിന്റെ അടുത്ത് വേറൊരു പാത്രം കൂടിയുണ്ട്. അതിൽ ബ്രാറ്റിന്റെ പട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ പട്ടിയെ അവിടെ കാണുന്നുമില്ല. ഇത് കണ്ടതും ജെന്നിക്ക് പേടിയായി തുടങ്ങി. അവൾ അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോ നോക്കുമ്പോൾ അവിടെയുള്ള ഫോട്ടോയിൽ ബ്രാറ്റിന്റെ ഫോട്ടോയും ഉണ്ട്. ഇപ്പോഴാണ് ജെന്നിക്ക് മനസ്സിലാകുന്നത് ഇത് ബ്രാറ്റിന്റെ വീടാണെന്ന്. എനിക്ക് വേണ്ടി ആംബുലൻസിനെ ഒന്ന് വിളിക്കാമോ എന്ന് അവൾ ചോദിക്കുന്നു. അത് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല, ആദ്യം ചെന്ന് ഫ്രഷ് ആവ് എന്ന് പറഞ്ഞ് അവർ അവളെ ബാത്റൂമിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് ഒരു വ്യക്തി വന്ന് ബാത്റൂമിന്റെ കതകും തള്ളി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു. ഇദ്ദേഹം ആരെന്ന് വെച്ചാൽ ഇദ്ദേഹമാണ് കൂപ്പറിന്റെ അച്ഛൻ. ബ്രാറ്റ് ഇവളാണ് കൂപ്പറിനെ കൊന്നതെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങേരാണെങ്കിൽ നല്ല കലിപ്പിലാണ്. ജെന്നി എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും മകനെ കൊന്നതിന്റെ ദേഷ്യത്തിൽ അയാൾ അവളെ ആ ബാത്റൂമിലേക്ക് കഴുത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം ബ്രാറ്റ് അവിടെ എത്തി. അവന്റെ മുഖത്ത് കുറ്റബോധം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അവൻ അവന്റെ ഫോണിൽ ഉണ്ടായിരുന്ന എല്ലാ വീഡിയോയും ഡിലീറ്റ്
ചെയ്ത് കളയുകയാണ്. കാരണം തെളിവൊന്നും അവശേഷിക്കാൻ പാടില്ലല്ലോ. ജെന്നിക്ക് ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള സസ്പെൻസോട് കൂടെ ഈ സിനിമയോട് അവസാനിക്കുന്നു. താങ്ക്